ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്. അതുപോലെ ഈ ഒരു എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് ആണ്. അതായത് ഈ ഒരു നെക്സ്റ്റ് ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില്, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതൊരു റീയൂണിയന്റെ കാർഡാണ്, ഒരു ഗെറ്റ് ടുഗദറിന്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് പാസ്റ്റിൽ വളരെയധികം കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് അവരെ കാണാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് നേരിട്ട് കാണാൻ കഴിയാതിരുന്നിരുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളുമായിട്ട് വളരെ കാലത്തോളം അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് കാണാനും കണ്ടുമുട്ടാനും അതുപോലെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാക്കാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു റീയൂണിയന്റെ കാർഡ് കൂടിയാണ്. തൊട്ടടുത്തുള്ള നമുക്ക് ഏസ് ഓഫ് വാൻസ് ആണ്. വളരെയധികം അട്രാക്ഷനോടുകൂടി നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു പാസ്റ്റ് പേഴ്സൺ ഒരു ന്യൂ എനർജിയിലാണ്, ഒരു അട്രാക്ഷൻ മാത്രമല്ല, ഒരു ന്യൂ എനർജിയിലാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ക്ലാരിറ്റി തരാതെ പോയത് ആ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആവാനുള്ള ഒരു സാധ്യതയും ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പില്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു ഒരു ചെറിയ ഒരു കുട്ടി എത്രത്തോളം ക്യൂരിയസ് ആയിട്ടാണ് ഒരു കാര്യം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്, അതുപോലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതായത് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു അപ്രതീക്ഷിതമായി ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ എതിർത്തിരുന്ന പല വ്യക്തികളിൽ നിന്നും അവരെയൊക്കെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മറ്റ് ചാലഞ്ചസ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം. ആ ചാലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തികളുടെ പല രീതിയിലുള്ള കമന്റ്സ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ എതിർത്തിരുന്ന വ്യക്തികൾ, അവർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നാളും വളരെയധികം വേദന തന്ന, ഡിപ്രഷൻ തന്നിട്ടുള്ള, അത്രയും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പോയിക്കൊണ്ട് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ കടന്നു വരാൻ പോകുന്നത്. ഒരു ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ ആണ്. നിങ്ങള്, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, അങ്ങനെയൊക്കെ ഒരു ഫാമിലി ഒന്നിച്ച് ഒരു വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി വരാനായിട്ട് പോകുന്നുണ്ട്. അത്രയും ഒരു ഹാപ്പിനെസ്, അത് പുറമേ നിന്ന് മാത്രമല്ല, ഒരു ഇന്നർ ഹാപ്പിനെസ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഫാമിലി കാർഡാണ് വന്നിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ടും ഫിനാൻഷ്യലിയും എല്ലാം നിങ്ങൾക്ക് വളരെയധികം വെൽത്തും അതുപോലെ ഹാർമണി, ഇമോഷണൽ കമ്മിറ്റ്മെന്റ് എല്ലാം ലഭിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിലെ പ്രസന്റ് എനർജി എന്താണോ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് പാസ്റ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ആകുലപ്പെടാതെ, പാസ്റ്റിനെ കുറിച്ച് വിഷമിക്കാതെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു അത്രയും ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസും നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് ആ മാറ്റങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. സിംഗിൾ പാരന്റിന്റെ എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിംഗിൾ പാരന്റ് ആയിക്കൊണ്ട് തന്നെ ആ ഒരു ഫാമിലിയിലേക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെയധികം ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരു നർച്ചറിങ്, ഒരു കെയർ, ഒരു വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ, അതൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഒരു സക്സസ് ആണ്, അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈഗോ, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുണ്ടായിരുന്ന ഒരു ഈഗോ എല്ലാം കുറഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഫാമിലി കാർഡ്സും ഒന്നിലധികം ഫാമിലി കാർഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം ഒരു സെലിബ്രേഷനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണോട് കൂടെ ഒരു സെലിബ്രേഷൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടിയുള്ള ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ക്യൂൻ ഓഫ് കപ്സും അതുപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസും ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ടൈമും എഫർട്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ എല്ലാം മാറി നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ആണ് വരാനായിട്ട് പോകുന്നത്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഒരു സ്നേഹം, അതുപോലെ തന്നെ കെയർ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സെലിബ്രേഷന്റെ കാർഡ് തന്നെയാണ്. 4 ഓഫ് വാൻഡ്സ് ആണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരേജ് കാർഡ് കൂടിയാണ്. അപ്പോ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ്, ലോങ് ടേം കമ്മിറ്റ്മെന്റിന്റെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഫാമിലിയും ഒന്നിച്ച് സുഹൃത്തുക്കളും ഒന്നിച്ച് ഒരു സെലിബ്രേഷനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അത് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഫാമിലിയുടെ അപ്രൂവൽ ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഫാമിലി കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റ്, റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഏറ്റവും നല്ലൊരു കാർഡാണ് ഈ 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് വീണ്ടും വന്നിട്ടുള്ളത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് എല്ലാവരും ഒന്നിച്ച്, ഫാമിലി ഒന്നിച്ച്, ഫ്രണ്ട്സ് ഒന്നിച്ച് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1111 എന്ന് പറയുന്ന നമ്പർ കുറെ അധികം നമുക്ക് കാണുന്നുണ്ട്. അപ്പോ ഈ 1111 നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി അത്രയധികം റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 1111 നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക, ഇത്രയും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഈ റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഫുൾ മൂൺ എനർജി ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അടുത്തൊരു റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.